You care about using AI for good, but Microsoft sells AI weapons to the Israeli military. 50,000 people have died, and Microsoft covers this genocide in our region. You are using AI for genocide, Mustafa. You have blood on your hands. നിങ്ങളുടെ കൈകളിൽ രക്തം പുരണ്ടിരിക്കുന്നു. ഗാസയിലെ വംശഹത്യയ്ക്ക് മൈക്രോസോഫ്റ്റ് ശക്തി പകർന്ന് കൂട്ടുനിൽക്കുകയാണ്. അവരുടെ രക്തത്തിൽ ചവിട്ടി നിന്നാണ് നിങ്ങൾ ഇന്ന് ഈ ആഘോഷം നടത്തുന്നത്. ഷെയിം ഓൺ യു. വേദിയിലിരിക്കുന്ന മൈക്രോസോഫ്റ്റ് സ്ഥാപകരായ ബിൽ ഗേറ്റ്സിനോടും സ്റ്റീവ് ബാമറോടും സിഇഒ സത്യ നദല്ലയോടും മൈക്രോസോഫ്റ്റ് ജീവനക്കാരോടും പിന്നെ ലോകത്തോട് തന്നെയും ഇങ്ങനെ വിളിച്ചു പറഞ്ഞാണ് 2 തൊഴിലാളി സ്ത്രീകൾ മൈക്രോസോഫ്റ്റ് സ്ഥാപിച്ചതിന്റെ 50ാം വാർഷികാഘോഷ പരിപാടികളിൽ നിന്ന് ഇറങ്ങിപ്പോയത്. മൈക്രോസോഫ്റ്റ് ആസ്ഥാനമായ വാഷിംഗ്ടൺ റെഡ്മണ്ടിൽ നടന്ന ആഘോഷ പരിപാടികളിലാണ് സോഫ്റ്റ്വെയർ ഭീമന്മാരെ അവർ കൂട്ടുനിൽക്കുന്ന വംശഹത്യകളിൽ പ്രതിഷേധിച്ച് 2 എഞ്ചിനീയർമാർ രംഗത്തെത്തിയത്. ഒരാൾ ഇന്ത്യൻ വംശജ വാണിയ അഗർവാൾ, രണ്ടാമത്തെയാൾ മൊറോക്കോക്കാരി ഇബ്തിഹാൽ അബൂസാദ്. ഗാസയിൽ മൈക്രോസോഫ്റ്റ് എന്താണ് ചെയ്യുന്നതെന്നല്ലേ? ഒറ്റവരിയിൽ പറഞ്ഞാൽ, കൊല്ലണമെന്നുദ്ദേശിക്കുന്ന വിഭാഗം മനുഷ്യരെ ഇല്ലാതാക്കാൻ എവിടെ ബോംബിടണമെന്ന് ഇസ്രായേലി പട്ടാളത്തിന് സ്ഥലം കൃത്യമായി കണ്ടെത്തിക്കൊടുക്കുകയാണ് മൈക്രോസോഫ്റ്റ് ചെയ്യുന്നത്. ഗാസയിലും ലബനനിലും സൈനിക നടപടികളിൽ ബോംബിംഗ് ലക്ഷ്യങ്ങൾ തിരിച്ചറിയുന്നതിനായി മൈക്രോസോഫ്റ്റും അതിന്റെ പങ്കാളിയായ ഓപ്പൺ എഐയും വികസിപ്പിച്ച AI മോഡലുകൾ ഇസ്രായേലി സൈനിക പരിപാടികളിൽ വിന്യസിച്ചിരുന്നതായി ഈ വർഷം ആദ്യം അസോസിയേറ്റ് പ്രസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ശാസ്ത്രം മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയാകണമെന്ന കണ്ടുപിടുത്തങ്ങളുടെ കാലം മുതലേയുള്ള ധാർമ്മികതയുടെ ബാലപാഠങ്ങളെ പാടെ തള്ളിയാണ് ഇസ്രായേലിനെ സ്പോൺസർ ചെയ്യുന്ന അമേരിക്കൻ ഗവൺമെന്റിന് വേണ്ടി കൂട്ടക്കുരുതിക്കുള്ള പുതുതലമുറ AI ആയുധങ്ങൾ മൈക്രോസോഫ്റ്റ് വിൽക്കുന്നത്. ഇതിന്റെ ലോകത്തിന് മുന്നിൽ കുറ്റവിചാരണ ചെയ്താണ് 2 തൊഴിലാളികൾ ഇറങ്ങിപ്പോയത്. പുതിയതായി നിയമിക്കപ്പെട്ട AI CEO മുസ്തഫ അഹമ്മദ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അസിസ്റ്റന്റിന്റെ ദീർഘകാല ലക്ഷ്യങ്ങളും പ്രൊഡക്റ്റ് അപ്ഡേറ്റുകളും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് 3.5 വർഷമായി മൈക്രോസോഫ്റ്റ് AI ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഇബ്തിഹാൽ അബൂസാദ് ഉറച്ച സ്വരത്തിൽ മുസ്തഫ ഇത് നാണക്കേടാണ്, ഹിപ്പോക്രസിയാണെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് വേദിക്കരികിലേക്ക് വന്നത്. AI മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ വിറ്റ AI ആയുധങ്ങൾ വഴി നടത്തിയ വംശഹത്യയിൽ കൊല്ലപ്പെട്ടത് 50,000 പേരാണ്. സെക്യൂരിറ്റി ഗാർഡ് പിടിച്ചുമാറ്റിക്കൊണ്ടു പോകുന്നതിനിടെ കയ്യിൽ കരുതിയ പലസ്തീൻ ഐക്യദാർഢ്യത്തിന്റെ പ്രതീകമായ കഫിയ വേദിയിലേക്ക് വലിച്ചെറിഞ്ഞ് അവർ ആവർത്തിക്കുന്നത് സ്റ്റോപ്പ് യൂസിംഗ് AI ഫോർ ജിനോസൈഡ് എന്നാണ്. ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയവുമായി നിങ്ങൾ $133 മില്യൺ ക്ലൗഡ് AI കരാറുണ്ടാക്കി. ഗാസയിലെ 50,000 പലസ്തീനികളെ മൈക്രോസോഫ്റ്റ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കൊലപ്പെടുത്തി. നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു? അവരുടെ രക്തത്തിൽ ചവിട്ടി നിന്നാണ് നിങ്ങൾ ഇന്ന് ഈ ആഘോഷിക്കുന്നത്. ബിൽഗേറ്റ്സ് ഉൾപ്പെടെയുള്ള സ്ഥാപക നേതാക്കളെ വേദിയിലിരുത്തി ചോദ്യം ചെയ്താണ് എനിക്കിതിന് കൂട്ടുനിൽക്കാനാവില്ല എന്ന് പ്രഖ്യാപിച്ച് വാണിയ അഗർവാൾ ഇറങ്ങിപ്പോയത്. ഇന്ന് അവരുടെ തൊഴിലിടത്തിലെ അവസാന ദിവസമാണ്. എന്തെങ്കിലും നഷ്ടപ്പെടാനുണ്ടെങ്കിൽ അത് തങ്ങൾക്ക് മാത്രമാണെന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഫീൽഡിൽ നിന്ന് എന്നേക്കുമായി ഒഴിവാക്കാൻ ഒരു ഫോൺ കോളിന്റെ പോലും ആവശ്യമില്ലാത്ത ടെക്നോളജി ഭീമന്മാരെ വെല്ലുവിളിച്ചുകൊണ്ട് മനുഷ്യപക്ഷത്തിനു വേണ്ടി സംസാരിച്ച 2 തൊഴിലാളി സ്ത്രീകൾ ഇറങ്ങിപ്പോകുന്നത്. തീവ്ര വലതുപക്ഷം നദി മുതൽ കടൽ വരെ പച്ചയ്ക്ക് ചെയ്യുന്ന മനുഷ്യാവകാശ ധ്വംസനങ്ങളെയും മനുഷ്യത്വരഹിത അധിനിവേശങ്ങളെയും സകല തരത്തിലുമുള്ള ഭയപ്പെടുത്തലുകളെയും മാത്രമല്ല, പ്രതികരിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ, നമുക്കതിന്റെ ആവശ്യമുണ്ടോ, നമുക്കെന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്നൊക്കെ നിഷ്പക്ഷ വലതുപക്ഷം കുത്തിവെക്കുന്ന കുറ്റകരമായ നിശബ്ദതയെയുമാണ് കോർപ്പറേറ്റ് സ്പോൺസർഷിപ്പിനെയും ചേർത്ത് ഇബ്തിഹാലും വാണിയെയും ചോദ്യം ചെയ്യുന്നത്. ഒന്നവിടെ നിന്നേ. നിങ്ങൾ എന്ത് പരിപാടി കാണിച്ചേ? എന്ത് കാണിച്ചു? നിങ്ങളോട് ഞാൻ 100 വട്ടം പറഞ്ഞിട്ടുള്ള